എനിക്ക് മനസ്സിലായി വൈദ്യർ എന്ന് പറഞ്ഞ ബോർഡും വെച്ചോണ്ട് ഇവിടെ സിനിമാറ്റിക് കളിക്കാനല്ലേ? സിനിമാറ്റിക് ഡാൻസ് കളിച്ചല്ല, ഞാൻ മ്യൂസിക് തെറാപ്പി ചെയ്തതാണ്. അതെ. വൈദ്യര് വിഷം ഇറക്കാറുണ്ടോ? ഒരേ ഒരു തവണ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാണ്ടായപ്പോ എനിക്ക് ഒരു തുള്ളി വേണം. എന്റെ അവസ്ഥ കൊണ്ടാണത്. അതല്ലാന്ന് കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാറുണ്ടോ? അയ്യ, ആവേശം വരുതാ. പിന്നല്ല, ഇതാരോടും പുറത്തു പറയാണ്ടോ. ആരോടും എങ്ങനെ ചോദിക്ക്? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കാറുണ്ടോന്ന്? ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ? പക്ഷെ ആ ഉദ്യമം പൊളിഞ്ഞു പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സന്ധ്യാസമയത്താണെന്ന് തോന്നുന്നു, ആലുവ എടത്തല ഭാഗത്ത് ഒരാളെ ഇതുപോലെ പാമ്പ് കടിച്ചു. അപ്പൊ തന്നെ ഇയാളെ ചോദിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ എന്റെ ഇല്ലത്തേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കടിച്ച പാമ്പിനെ നമുക്ക് തിരിച്ചു വിളിച്ച് വിഷം ഇറക്കിക്കാമല്ലോ. പാമ്പിനെ തിരിച്ചു വിളിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തു. പാമ്പ് ഒരു 6 മണിയായപ്പോ ആലുവെന്ന് പുറപ്പെട്ടു. മതടിപ്പാലം, നമ്മുടെ കളമശ്ശേരി, ഇതൊക്കെ കഴിഞ്ഞ പാമ്പിങ്ങനെ വന്ന് എടപ്പള്ളിയിൽ എത്തിയപ്പോ മുടിഞ്ഞ ബ്ലോക്ക്. അങ്ങനെ 9:30 മണി വരെ പാമ്പ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പാമ്പ് നിരാശനായി മടങ്ങിപ്പോയി. അപ്പൊ അന്ന് മെട്രോ ഇല്ലേ? മെട്രോന്റെ പണി നടക്കിയിരുന്നു. മെട്രോ ഉണ്ടായിരുന്നെങ്കിൽ പാമ്പ് അവിടെ വരുമായിരുന്നു. മെട്രോ കയറി